ശമൂവേൽ അധ്യായം 28. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ തങ്ങളുടെ സേനകളെ ഒന്നിച്ചുകൂട്ടിയപ്പോൾ ആകീഷ് ദാവീദിനോട്, നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരണം എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ആകീഷിനോട്, അടിയൻ എന്തു ചെയ്യും എന്ന് അങ്ങ് കണ്ടറിയുമെന്ന് പറഞ്ഞു. ആകീഷ് ദാവീദിനോട്, അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എൻ്റെ പ്രധാന കാവൽക്കാരനാക്കും എന്ന് പറഞ്ഞു. ശമൂവേൽ മരിച്ചു പോയിരുന്നു. ഇസ്രായേലെല്ലാം അവനെ കുറിച്ച് വിലപിച്ചു. അവൻ്റെ സ്വന്തം പട്ടണമായ റാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശെഖേമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയമിറങ്ങി. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. അവന്റെ ഹൃദയം നടുങ്ങി. ശൗൽ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് അവനോട്, സ്വപ്നം കൊണ്ടോ അഗ്നി കൊണ്ടോ വെള്ളം കൊണ്ടോ ഉത്തരം അരുളിയില്ല. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്ക് ഒരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തിയുണ്ട് എന്ന് പറഞ്ഞു. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ചു രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ഒരു സ്ത്രീയുടെ അടുക്കൽ എത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണം എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞത് നീ അറിഞ്ഞല്ലോ. എന്നെ വധിപ്പാൻ നീ എൻ്റെ ജീവന് കെണി വയ്ക്കുന്നതു എന്തിന് എന്ന് പറഞ്ഞു. കർത്താവാണ്, ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷവും ഭവിക്കുകയില്ല എന്ന് ശൗൽ കർത്താവിൻ്റെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. താൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന്, ശമൂവേലിനെ വരുത്തി തരണം എന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ശൗലിനോട്, അങ്ങ് എന്നെ ചതിച്ചത് എന്ത്? അങ്ങ് ശൗൽ ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്തെന്ന് ചോദിച്ചതിന്, ദേവന്മാർ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട്, അവൻ്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവൻ ഒരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശമൂവേൽ എന്നറിഞ്ഞു ശൗൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്തെന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമരുളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്നുത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിന്റെ കൂട്ടുകാരനോടുകൂടെ ആയി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? കർത്താവ് എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു.
രാജ്യത്വം കർത്താവ് നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ കർത്താവിൻ്റെ കൽപ്പന കേട്ടില്ല, അമാലേക്കിൻ്റെ മേൽ അവൻ്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് കർത്താവ് ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടിയാകും. ഇസ്രായേൽ പാളയത്തെ കർത്താവ് ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ നിലത്ത് വീണു. ശമൂവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു. അവനിൽ ഒട്ടും ബലമില്ലാതെയായി. അന്ന് രാവും പകലും മുഴുവനും അവൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ശൗലിന്റെ അടുക്കൽ വന്നു. അവൻ ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നത് കണ്ട് അവനോട്, അടിയൻ നിന്റെ വാക്ക് കേട്ടു ജീവനെ ഉപേക്ഷിച്ചു കൊണ്ട് പറഞ്ഞ വാക്ക് അനുസരിക്കുന്നുവല്ലോ. ആകയാൽ അടിയന്റെ വാക്ക് അങ്ങ് കേൾക്കണമേ. ഞാനൊരു കഷ്ണം അപ്പം അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ, അങ്ങ് ഭക്ഷിക്കണം. എന്നാൽ അങ്ങയുടെ വഴിക്ക് പോകുവാൻ അങ്ങേക്ക് ബലമുണ്ടാകും എന്ന് പറഞ്ഞു. അതിന് അവൻ, വേണ്ട, ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും അവൻ്റെ ഭൃത്യന്മാരും ആ സ്ത്രീയും അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ടു നിലത്ത് നിന്നും എഴുന്നേറ്റു മെത്തമേലിരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവുണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ 600 മാവും എടുത്തു കുഴച്ചു പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവൾ അത് ശൗലിൻ്റെയും ഭൃത്യന്മാരുടെയും മുമ്പിൽ വിളമ്പി. അവർ തിന്നെഴുന്നേറ്റ് രാത്രിയിൽ തന്നെ പോയി. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ